ചിലരൊക്കെ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആൻസൈറ്റിയിലാണ്, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഞാൻ എല്ലാ രീതിയിലും തോറ്റ ഒരാളാണ്, തോൽവിയാണ് ഞാൻ ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്, എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൈൻഡ് സെറ്റോട് കൂടിയുള്ളവരെ നമ്മൾ കാണാറില്ലേ. സോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാം, എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, എനിക്ക് ഡിപ്രഷനിലാണ്, ഞാനൊരു വിഷാദ രോഗത്തിൽ പോയൊരവസ്ഥയിലാണ് എന്നൊക്കെയാണ് പറയുക അല്ലേ. സോ എന്താണ് ഇതിന് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടോ, ഇതെങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് ചെറുതായിട്ട് എൻ്റെ ചിന്തകളിൽ കൂടെ ഒന്ന് സഞ്ചരിച്ച് പോകട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ സ്ട്രെസ്ഫുൾ അല്ലാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനിച്ച കുഞ്ഞുങ്ങളിൽ മുതൽ, അതായത് ഒരു LKG പോകുന്ന ഒരു കുഞ്ഞിനെ നോക്കിയാൽ പോലും ഓന് ടെൻഷനുണ്ട്. ഓനോട് ചോദിച്ചാൽ പറയും, ഉമ്മച്ചി, എൻ്റെ സെഹറ വന്നിട്ട് പറയില്ല, എൻ്റെ ഉമ്മച്ചി ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് എൻ്റെ 3ാമത്തെ നിലയിലാണുള്ളത്, ആ വലിയ വലിയ ബാഗ് കെട്ടൊക്കെ എടുത്തിട്ട് 3 നില കയറിയിട്ടാണ് പോകുന്നത്. സോ അവളുടെ ടെൻഷൻ എന്ന് പറയുന്നത് ആ 3 നില കെട്ടിടം കയറുക, അവിടെ പോകുമ്പോൾ ടീച്ചർ പറയുന്ന വർക്കൗട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല, മദ്രസയിൽ പോകണം, മദ്രസ പോയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ വേറെ ക്ലാസ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്, കുഞ്ഞുങ്ങളിലെ സമ്മർദ്ദമാണ് അല്ലേ, അവർക്ക് കൊടുക്കുന്ന സ്ട്രെസ്സാണ്. നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ടീച്ചർ പറയുന്ന കുറേ കാര്യങ്ങൾ, ബുക്സൊക്കെ ചുമന്നുകൊണ്ട് പോകും. സോ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഇതിൽ പെട്ടു എന്നുള്ളതാണ്. സോ ഈ ഒരു സമ്മർദ്ദം ഒഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ജീവിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോണ കാര്യമല്ല. ചില ഉപ്പമാർ പറയും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടൊരു യാത്ര പോകാം. ഒരിക്കലും നടക്കണ കേസല്ല കേട്ടോ. കാരണം പ്രശ്നങ്ങൾ തീർന്നിട്ട് നമുക്ക് ജീവിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിക്കലുണ്ടാവില്ല. പ്രശ്നങ്ങൾ നമ്മൾ ജനിച്ച് നമ്മളെ എൻഡിങ് വരെ നമ്മുടെ കൂടെ തന്നെ, നമ്മളെ കൂടപ്പിറപ്പിനെ പോലെ ഇങ്ങനെ ചേർന്ന് വരും. അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ബാലൻസിങ് പവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ നിലവിൽ നടക്കുകയുള്ളൂ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ അതിനൊന്നും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത് ഡിപ്രഷനെ കുറിച്ചായിരുന്നല്ലേ. സോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും, എനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം, എനിക്ക് ആളൊഴിഞ്ഞ സ്ഥലത്തിരിക്കാനാണ് ഇഷ്ടം, ഒരുപാട് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു സഫോക്കേഷനാണ്, അതുപോലെ കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ തിങ്ങി ആൾക്കാർ നിൽക്കുന്നതൊന്നും കണ്ടിരിക്കാൻ പറ്റണില്ല, ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഒരു തരം വല്ലാത്തൊരു വെപ്രാളവും എന്തൊക്കെ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണ്. സോ എനിക്ക് ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കുന്നതാണ് അൽഹംദുലില്ലാ ഹൈർ എന്നൊക്കെ രീതിയിൽ സംസാരിച്ച് തുടങ്ങുന്നതും ഈ ഒരു വിഷാദ രോഗത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് തീർച്ചയായിട്ടും. സോ എങ്ങനെയാണ് ഇത് നമ്മളിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ കുറേക്ക് എന്ന് പറയുന്നത് ജനറ്റിക് തന്നെയാണ്. ജനിതകപരമായിട്ട് നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്ന പഴയ കാലത്തെ കുറേ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ വരുന്നതുണ്ട്. അതർവൈസ് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പെട്ടുപോകലുണ്ട്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് പോയവരുടെ വേർപാടുകൾ, അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടിട്ട് പോകുന്ന അവസ്ഥ, ചിലപ്പോൾ മരണമായിരിക്കാം, അല്ലാതെ നമ്മളെ വിട്ടുകളഞ്ഞു പോകുന്നൊരവസ്ഥ, ഇതൊന്നും അല്ലെങ്കിൽ കടബാധ്യത, വിഷാദ രോഗം, പിന്നെ നമുക്ക് മനസ്സിൽ ഏറ്റുപോകുന്ന വ്രണങ്ങൾ എന്ന് വെച്ചാൽ പരിഹാസ്യ കഥാപാത്രമാകുന്നത്, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വിഷാദ രോഗം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കടത്തിവിടും. സോ ഓരോ മനുഷ്യർക്കും മനസ്സിൻ്റെ ബാലൻസിങ് എത്രയാണെന്ന് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. കാണുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നും, ഭയങ്കര മസിൽ പവറൊക്കെ ഉള്ള ആളായിരിക്കും, പക്ഷെ അയാൾ എന്ത് ചെയ്യില്ല, മെൻ്റലി അത്രത്തോളം മസിൽ പവർ അയാൾക്ക് ഉണ്ടാവില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇരുന്ന് കരയുന്ന വലിയ മസിലൊക്കെ ഉള്ള ചേട്ടന്മാരെ കണ്ടിട്ടില്ലേ, ചെറിയൊരു സീന് കണ്ടാൽ പോലും അവരെന്ത് ചെയ്യും, കരയും. സോ അവരുടെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. സോ മൈൻഡ് പവറും നമ്മളെ ഫിസിക്കൽ പവറും ഒരിക്കലും രണ്ടും ഒന്നാണെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യുകയേ വേണ്ട. ചിലരൊക്കെ ഇല്ല, ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തലയിറങ്ങി വീഴും, ബ്ലഡ് കണ്ട് നിൽക്കാൻ പറ്റത്തില്ല. സോ ഇതൊക്കെ നമ്മളുടെ ആ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് അവസ്ഥ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ അതിജീവിച്ച് മുമ്പോട്ട് വരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യം. നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു, സോ നമുക്ക് എന്തായാലും ലൈഫിൽ പ്രശ്നമില്ലാണ്ട് എല്ലാം ഒഴിഞ്ഞിട്ട് അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിക്ക് പോലും അടക്കില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പോകണില്ലല്ലേ. അതൊരു പഴഞ്ചൊല്ലായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടൊന്ന് സന്തോഷിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ സന്തോഷം എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടത്തില്ല. സോ ഈ സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു അത് നമ്മുടെ ആവശ്യമാണ്. നമ്മളെ സന്തോഷം ഒരിക്കലും മറ്റൊരാളുടെ ഒരു ആവശ്യമല്ല. അവരാരും നമുക്ക് വേണ്ടിയിട്ട് സന്തോഷവും കൊണ്ട് ഒരു പ്ലേറ്റിൽ കൊണ്ടുവച്ചിട്ട് കുറേ സന്തോഷം വെച്ചിട്ട് എടുത്ത് മുഴുങ്ങ് എന്ന് പറയത്തില്ലല്ലോ.
സോ നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റൊരാളത് നമുക്ക് ചിലപ്പം കൊണ്ട് തരണം എന്നില്ല. അപ്പം നമ്മളാണ് സമാധാനമുള്ള അറ്റ്മോസ്ഫിയർ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടതും ആ സ്ഥലങ്ങളിൽ ചെന്നിരിക്കേണ്ടതും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മനുഷ്യരാരാന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് വേർതിരിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ബാക്കപ്പ് പോകേണ്ടത് നമ്മളായിരിക്കണം. പണ്ടൊരിക്കൽ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, ഭക്ഷണം വിളമ്പുന്ന സദസ്സിലോട്ട് ഫ്രണ്ടിലോട്ട് പോകാനും അതുപോലെ തന്നെ പ്രശ്നം നടക്കുന്ന സദസ്സിൽ കുറച്ച് ബാക്കപ്പ് നിൽക്കുന്നതുമാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഒരു സമ്മർദ്ദാവസ്ഥയിലാണ്, അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ ഒന്ന് മിനിമൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് പറയുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ഇഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ചിലർക്ക് ഇഷ്ടം എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് ചിലർ പറയും ഞാൻ ഭയങ്കര കാമായിട്ടിരിക്കുകയാണ്, എനിക്ക് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ് പറയാം. ചിലർ പറയും പ്രെയർ ടൈം, അതായത് ഞാൻ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് പടച്ചവൻ്റെ അടുത്തിരിക്കുന്ന സമയം അത്ര റിലാക്സിങ് ആണ്. അതായത് ആ വ്യക്തിക്ക് ആ ഇബാദത്ത് ചെയ്യുന്ന ഒരു കാര്യം, അതായത് പടച്ചവൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ ആ ഒരു അവസ്ഥയിലാണ് അയാൾ സന്തോഷമായിട്ടിരിക്കുന്നതെങ്കിൽ, സമാധാനം കണ്ടെത്തുന്നെങ്കിൽ അത്തരം അറ്റ്മോസ്ഫിയറുള്ള സ്ഥലങ്ങളിൽ തേടി പിടിച്ച് യാത്ര ചെയ്യുക. അവിടെ നിന്ന് കിട്ടുന്ന നല്ല നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇനിയിപ്പോൾ ചിലർ പറയും എനിക്ക് യാത്ര ചെയ്യുമ്പോഴാണ് മൈൻഡ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്യണം. സോ നിങ്ങൾ നല്ല നല്ല സ്ഥലങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളായാലും കുഴപ്പമില്ല, നമ്മൾ വീടിൻ്റെ അടുത്തൊരു മലഞ്ചെരിവ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അല്ലാണ്ട് ദൂരെ ഇരിക്കുന്ന കാശ്മീരിനെ കുറിച്ച് ഓർത്തിട്ടോ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് നടക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. നമ്മൾ തൊട്ടടുത്തുള്ള കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും കണ്ടു തീർത്തിട്ടില്ലാത്തവരാ. അതേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. സോ നമ്മൾ ആദ്യം നമ്മളെ മുറ്റത്തെ മുല്ലേക്ക് കണ്ടുപിടിച്ച് നമ്മളെ സമാധാനം അവിടേക്ക് കിട്ടുമെന്നൊന്ന് അന്വേഷിക്കണം. അങ്ങനെയൊക്കെ ഒന്ന്. പിന്നെ ഒന്നെന്ന് പറയണത് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിച്ച് ശീലമാക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുട്ടികളിലോട്ടൊന്ന് കണ്ണോടിച്ച് നോക്കാം. അത് അവർ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് ഇരിക്കണം. അവർക്ക് ഇങ്ങനെ ഓവറായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും അവർ ഇരിക്കുന്നില്ല. അവർ ഉള്ള സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് പ്രസൻറ്റിലാണ്, നിലവിലെ ഒരു അവസ്ഥയിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. സോ അവരെന്ത് ചെയ്യുന്നില്ല, ടെൻസ്ഡ് അല്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞു പോയ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് ചിലപ്പോൾ ഇരുന്ന് കരയിലായിരിക്കും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് എന്താണ്, നാളെ എന്തുണ്ടാവും എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. സോ ഇതാണ് കുഞ്ഞുങ്ങളും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയും അത്യാവശ്യം കാംനെസ് ഉള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും നമ്മളെ മൈൻഡ് പവർ നമ്മൾക്ക് കയ്യിലാണ് ഉള്ളത്. അതിനെ എനിക്ക് ബാക്കപ്പ് ചെയ്ത് പുഷപ്പ് കൊണ്ടുവന്ന് മറ്റുള്ളവരിലോട്ട് ഞാൻ എൻ്റെ ആവശ്യമാണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കേണ്ടത്, എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യമാണ് എന്നൊരു ഇൻറ്റൻഷനോടുകൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഉള്ളൊരു ജീവിതം അല്ലേ, കുറച്ച് നിമിഷങ്ങളായിരിക്കാം ചില